ഒരാള് ആ കിട്ടിയില്ലേ? കിട്ടിയില്ലേ ഏത് സിനിമയാണ് മനസ്സിലായില്ലേ? ഇതാരും അറിഞ്ഞൂടുന്നു കേട്ടാ. ഏത് സിനിമയാണ് ഇത്? കമ്മീഷണർ. സമയം പോകുന്നു. അടി 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 അടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. അടുത്ത ഗെയിമിന്റെ പേര് കഥാകാരൻ. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ അവസരം ചോദിച്ചു നടക്കുന്ന ആളുകൾ എന്ന് പറയാൻ നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു ഡയറക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ 1 ലൈനിലാണ് കഥ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു മത്സരമാണ് അതാ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാർഡുകളുണ്ട്. ഈ കാർഡിലെല്ലാം ഓരോ സിനിമയുടെ പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ സിനിമയുടെ പേര് മത്സരിക്കാൻ വരുന്ന 2 പേരിൽ ഒരാൾക്ക് കാണിച്ചു കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ കഥാപാത്രത്തിന്റെ പേരോ സ്ഥലത്തിന്റെ പേരോ ഡയലോഗുകളോ ഇതൊന്നും പറയാൻ പാടില്ല. അല്ലാതെ 1 ലൈനിൽ പറഞ്ഞ് കേൾപ്പിക്കാം. അതെ, ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു സിനിമയുടെ പേര് കൃഷ്ണപ്രഭനോട് പറയാം. നാടോടിക്കാറ്റ്. ഒന്ന് അതിന്റെ 1 ലൈൻ കഥ ഒന്ന് പറഞ്ഞു. നാടോടിക്കാറ്റ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഒരിടത്ത് 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവര് ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്ത് പശുവിനെയൊക്കെ മേടിച്ച് അവസാനം എന്താ പറയാ ദാരിദ്ര്യമായിട്ട് അവസാനം അവർ നാട് വിട്ട് ചെന്നൈക്ക് പോയി. ചെന്നൈ പറയാൻ പാടില്ല. സോറി ചെന്നൈ പറയാൻ പാടില്ല. നാട് വിട്ട് അവര് പോയി. തമിഴ്നാട് വേറൊരു സ്ഥലത്ത് അവര് ഒരു ഉരുവിൽ കയറി ഒരു സ്ഥലത്ത് വേറൊരു രാജ്യമാണെന്ന് പറഞ്ഞ് അന്യ സംസ്ഥാനത്ത് പോയി ചാടി. അവിടെ ചെന്ന ഒരാൾ പച്ചക്കറി കട, ഒരാൾ വേറെ സിനിമയിൽ ചാൻസ്. ഇത്രയും പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ട് നാടോടിക്കാട്ടെന്ന് മനസ്സിലാവില്ലേ? അപ്പൊ ഇത്രയുള്ള കളി. ഒറ്റ കാര്യം അറിയാനുള്ളത്, ഈ കളിയിൽ റിച്ചാർഡ് പങ്കെടുക്കുന്നുണ്ടോ? റിച്ചാർഡ് സ്വാഭാവികമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാത്തിലും റിച്ചാർഡ് ഉണ്ടല്ലോ. റിച്ചാർഡ് ഇല്ലാത്തൊരു കളിയില്ല. ഇല്ല, റിച്ചാർഡ് എന്റെ ഫുൾ സൈസ്. റിച്ചാർഡ് ഇല്ലാത്ത ഗെയിം എന്ന് പറയുന്നത് മുരിങ്ങാക്കോലില്ലാത്ത അവിയൽ പോലെയാണ്. അങ്ങനെയാണ്. അപ്പൊ ആദ്യമായിട്ട് അരശുമൂട്ടിൽ അപ്പുക്കുട്ടന്റെ ടീമിൽ നിന്ന് 2 പേര് പങ്കെടുക്കാൻ വരുന്നത്, ഒന്ന് ശ്രീചേട്ടനും മറ്റൊന്ന് അരവിന്ദനുമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞോ? സിനിമ പേര് നിങ്ങൾ കാണണ്ടേ? നിങ്ങൾക്ക് കാണണ്ടേ? ഓക്കെ, മത്സരം ആരംഭിക്കാൻ പോവാണ്. രവിവർമ്മനും അരവിന്ദനുമാണ് മത്സരിക്കാൻ പോകുന്നത്. വേറെ കഥ കാണിക്കാൻ പറ്റില്ല. മത്സരം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അത് തന്നെ പറഞ്ഞോ. താടി ചൊറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. 1 മിനിറ്റ് സമയമുള്ളൂ. പറഞ്ഞോ. എങ്ങനെ തുടങ്ങും? കഥ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. വളരെ നന്നായി. ഓക്കെ, നമ്മളുടെ നായകൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. ഒരു വലിയ കുടുംബത്തിലെ ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണ്. അല്ല, ഈ സംസ്ഥാനത്തല്ല അവര് ഇത് നടക്കുന്നത്. വേറൊരു സംസ്ഥാനം, അയൽ സംസ്ഥാനത്താണ് നടക്കുന്നത്. അവിടെ നിന്നും ഞാൻ കഥ ഓർക്കണം. അല്ല, അതിന്റെ ക്ലൈമാക്സ് ഇനി സിനിമയുടെ പേര് കാണിച്ചിട്ടെ. അതല്ല കൊച്ചി രാജാവ്. ഓക്കെ, ആദ്യത്തെ മത്സരത്തിന് കൃത്യമായിട്ട് ആൻസർ പറയാൻ സാധിച്ചില്ല. ഇനി രണ്ടാമത്തെ സിനിമയുടെ പേര് നിങ്ങൾക്കാണ്ടേ? ഓക്കെ, മത്സരം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. നായകന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു അബ്കാരി ലേലം വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഒരു നായകൻ അതിന്റെ ഒപ്പം നിന്ന് തന്നെ അവരുടെ കുടുംബം ഒരുമിച്ച് തന്നെ ആ ഒരു അബ്കാരിയാണ് മൊത്തം കഥകളിൽ നിൽക്കുന്നത്. കൂട്ടുകുടുംബമാണോ? കൂട്ടുകുടുംബമാണ്. 1 2 പേരൊക്കെ ഉണ്ട്. കുറെ പേരുണ്ട് കുടുംബത്തിലാണ്. അവർക്ക് പക്ഷെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവര് മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അപ്പച്ചൻ അത് പള്ളിക്കൂടത്തിലൊന്നും പോകാനുള്ള
അതെ ലേലം. അടിപൊളി, സൂപ്പർ. അടുത്ത സിനിമ പേര് വരട്ടെ. കണ്ടില്ലേ? ഓക്കേ, കിട്ടിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? കഥ മാത്രം പറയാൻ പാടുള്ളൂ. റെഡി? Start. ഇത് ഞാൻ ആക്ച്വലി ഒരു 2 പാർട്ടായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഒരു സ്ഥലം പറഞ്ഞു ഫൗൾ. ഫൗൾ 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 പോയി. ഇനി ഇല്ല, അത് പോയി. തീർന്നു ഫൗൾ പറഞ്ഞു തമിഴ്നാട് പറഞ്ഞ ഫൗളാണ്. അപ്പൊ അടുത്ത സിനിമ പേര് Time. കാണുന്നുണ്ടോ? Ready? റെഡി 1 2 3 സ്റ്റാർട്ട്. കോളേജാണ് പശ്ചാത്തലം. 2 സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് അവര് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ചേരിയിലാണ് വളരുന്നത്. അവിടെ ഒരു ചെറിയ ഒരുത്തനും അവിടെ ഒരു കാമുകയുണ്ട്. അവർക്ക് അമ്മയൊന്നുമില്ല. നമ്മൾ കറങ്ങുന്നു. റെഡി? ഓ, ഇത് നിങ്ങൾക്ക് കണ്ടേ? ഏറ്റവും റെഡി? ഓക്കെ. ഇത് ആരും കാണൂല ഈ പടം. കുറെ കിളവികളും പിന്നെ ഞാൻ ഇതിന്റെ ഒരു പേര് തന്നെ ഒരു മന്ത്രവാദിനിയുടെ ഒക്കെ പേരിട്ട് ഒരു പടം ചെയ്യാന്നുള്ള രീതിയിലാണ് എനിക്കൊരു ഐഡിയ ഉള്ളത്. അപ്പോൾ കോയമ്പത്തൂർ സൈഡിലൊക്കെയാണ് ഷൂട്ടിംഗ് നടത്താൻ പ്ലാൻ ചെയ്തത്. സ്ഥലം പോയി. അപ്പൊ രണ്ടാമത്തെ ഫൗൾ. ഇനി ആറാമത്തെ. കണ്ടോ? കണ്ടില്ലേ? കണ്ടല്ലോ അല്ലേ? കണ്ടോ? കണ്ടില്ലേ? റെഡി 1 2 ചേട്ടാ 3 തിരിഞ്ഞോ? സ്റ്റാർട്ട്. ഇതിന്റെ കഥ എന്ന് പറയുന്നത്, ഇതിന്റെ കഥാനായകനെ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഭയങ്കര മസിലുള്ള ഒരു ആളെന്നെ എനിക്ക് വേണ്ടത്. ഇദ്ദേഹം ഒരു പർട്ടിക്കുലർ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കോളേജിൽ. അപ്പോൾ ഇദ്ദേഹം കോളേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ പാർട്ടിയിൽ എന്താ പറയുക, ആ പാർട്ടിയുടെ ഒരു കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങോട്ട് കാണാം, നമ്മുടെ കൈ വെട്ടിക്കഴിഞ്ഞാൽ. അത്രയും നല്ലൊരു കളറാണത്. അപ്പോൾ ആ പാർട്ടിയിലാണ് അദ്ദേഹം ചേരുന്നത്. ഇതിൽ തന്നെ ഓൺലൈനാണോ ഫുൾ കഥയാണോ? അല്ല, പേര് പറയാൻ പാടില്ലല്ലോ. അപ്പൊ അദ്ദേഹം അതില് ഒരു ഡബിൾ ആക്ട് ആയിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ടോ ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് എന്താ പ്രശ്നം? പറയട്ടെ, അവൻ പറയട്ടെ. പക്ഷെ ഉള്ളിലുണ്ട്, പുറത്തേക്ക് സിന്ദാബാദൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടായില്ലേ, അതാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത്. അതിന്റെ പടം ഞാൻ അല്ല മറ്റേ അതല്ല, വേറൊരു ചരമഞ്ചരം മസിലുള്ള ഇപ്പൊ വേറെ കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. കൗണ്ട് ഔട്ട് സ്റ്റാർട്ട് ചെയ്തോ? ഒരു മസിൽ മാൻ ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ. അപ്പൊ അതില് പുള്ളി അർണോൾഡ് സിന്ദാബാദൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. അർണോൾഡ് ഇതില് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. 7 6 5 4 3 2 1 മെക്സിക്കൻ ഭാരത. ഇനി തിരിഞ്ഞോളൂ. തിരിഞ്ഞോ ശീച്ചേട്ടാ, തിരിഞ്ഞോ. കണ്ടില്ലേ? ഓക്കെ, റെഡി 1 2 3. ഇതിന്റെ കഥയും ഞാനൊരു മസിൽമാനെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നീ ഇതല്ലാണ്ട് ആരെങ്കിലും വെച്ചൊന്ന് ചെയ്യോ? ഞങ്ങൾ സാധാരണക്കാർക്ക് അഭിനയിക്കുന്നത്. പറഞ്ഞോ. അപ്പോൾ ഇതിലെ നായകനെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മസിൽമാൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ട് വരണമെന്നാണ് ആഗ്രഹം. അതും അന്യ സംസ്ഥാനത്ത്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ ഒരു പയ്യനെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. നല്ല ബോഡിയൊക്കെ ഉള്ളൊരു പയ്യനെ. ഞാൻ നേരത്തെ നീയും ഞാനും നായകനത്തെ മറ്റേ നായകനോട് ഞാൻ സംസാരിച്ചിരുന്നു. അതിലത്തെ നായകന്റെ പേര് നേരത്തെ ഒരു റൗണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എന്നാലും ടോവിനോ പോലീസ് ഓഫീസർ ആയിട്ടുള്ള 10ാമത്തെ അവതാരം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലാണ് നമ്മൾ അതിന്റെ പേര് ഇടാൻ വെച്ചിരിക്കുന്നത്. ദശാവതാരത്തിൽ ഒരു 10ാമത്തെ അവതാരം ഉണ്ടല്ലോ, ആ ഒരു വിക്രമനാ. മനസ്സിലായി, എനിക്ക് സാധനം മനസ്സിലായി, പേര് ഇട്ടണല്ലോ. കേരളത്തിന്റെ സിനിമയാണത്. ഇനി 8ാമത്തെ പേര് തിരിഞ്ഞോ? റെഡി സ്റ്റാർട്ട്. ഇതിന്റെ നായകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നാട്ടുകാരൊക്കെ വിളിക്കുന്നത് ജനപ്രിയ നായകൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ തന്നെ നായകനായിട്ട് വെക്കണം എന്നാണ്. പിന്നെ അതെ, ഞാൻ നായകനെ പറയൂല്ലോ നമ്മൾ ഔട്ട്ലൈൻ പറയുമ്പോ. അപ്പോ ഇദ്ദേഹം ഒരു കള്ളനായിട്ടാണ് ഇതിൽ വരുന്നത്. കള്ളനായിട്ട് ഒരു മാല ആദ്യം മോഷ്ടിച്ചിട്ട് ഒരു പ്രതിമയുടെ ഉള്ളിൽ വെക്കും. എന്നിട്ട് അത് നായകന്റെ അടുത്തുനിന്ന് കഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ പടം.
അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു പേരിനെ ഞാൻ 30 second ഉദ്ദേശിക്കുന്നത് ഒരു വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു വിപരീത പദത്തിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു വേറൊരു പദത്തിനെയാണ് ഞാൻ അതിന്റെ പേരായിട്ട് കാണുന്നത്. വെളിച്ചം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വേറൊരു പദമാണ് ഞാൻ വെളിച്ചം ദുഃഖമാണുണ്ണി. അതിന്റെ ഒരു വേറെ സാധനം ഉണ്ടല്ലോ. പോരട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തമസ്സ ഈ സുഖപ്രദം. വെളിച്ചത്ത് നോക്കുമ്പോ അതിന്റെ അല്ല ഒരു ഈ കള്ളനായിട്ടുള്ള പടമാണോ? നായകൻ കള്ളനാണോ? അതെ മീശമാധവന് പറഞ്ഞല്ലോ ഈ സമയം ഇപ്പൊ തീരും. അല്ല ലാസ്റ്റ് 20 seconds ആണ്. ഒന്നോടെ വേണമെങ്കിൽ ഒന്ന് repeat വിവേക്. ചെയ്തോളൂ. ആ അപ്പൊ പറഞ്ഞ ഇതിന്റെ കഥ. പേര് തന്നെ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണ്. കാരണം വെളിച്ചം എന്ന് കഥ പറഞ്ഞാൽ- പറയുന്നത് കഥ അല്ല ഞാൻ നിങ്ങളുടെ കഥയല്ലേ അപ്പൊ പറയുന്നത്, പേരല്ലേ? ഇദ്ദേഹം മോഷ്ടിച്ചിട്ട് ആ ഒരു പ്രതിമയുടെ ഉള്ളിൽ ഇടുകയാണ്. അപ്പൊ ആ പ്രതിമ നായിക കൊണ്ടുപോവാണ്. അപ്പൊ ആ പ്രതിമ നായികയിൽ നിന്ന് 3, 2, 1. വെട്ടോ. ലാസ്റ്റ് മൊമെന്റിലാണ് പറഞ്ഞത്. കറക്റ്റ് ആൻസർ ആണ്. 9ാമത്തെ സിനിമ പേര് വരട്ടെ. റെഡി ആണല്ലോ? റെഡി? തിരിഞ്ഞോ? സ്റ്റാർട്ട്. ഇതിലെ നായകൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഒരു എപ്പോ എക്കാലത്തെയും ഹാൻസം ആയിട്ടുള്ള നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരു അദ്ദേഹമാണ്. അപ്പൊ ഇതിലെ നായിക എന്ന് പറയുന്നത് ഒരു ഞൊണ്ടുള്ള ഒരു നായികയാണ്. അപ്പോൾ ഇദ്ദേഹം നായകൻ എന്ന് പറയുന്ന ഒരു മാഷാണ്. കോളേജ് ഇതാണ്. ഓ കമലിനോടോ. അപ്പോ ഇതിന്റെ ഒരു പേരിടാൻ തന്നെ പേരും തണുപ്പ് ബ്ലാങ്ക് ആയി പോണത്. ശോഭന. കഥ പറഞ്ഞോ. അതാ പറയാന്ന് പറഞ്ഞ. അപ്പൊ ഇദ്ദേഹം ലെക്ചറർ ആയിട്ട് കോളേജിൽ എത്തുകയാണ്. മനസ്സിലായി, കഥ മനസ്സിലായി. എനിക്ക് പേരാണ് അപ്പൊ കിട്ടുന്നത്. ഞാൻ ഇതിന്റെ പേരിടാൻ കഥ പറഞ്ഞാൽ കിട്ടും. കഥ പറഞ്ഞാൽ മതി, പേര് പിന്നീട് അപ്പൊ നമുക്ക്. ഇദ്ദേഹം ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇദ്ദേഹം മഴയത്ത് മഴയത്ത് നടന്നിട്ട് മുമ്പ് അല്ല ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാലോ. അല്ല അതിൽ മഴ നടക്കുന്നുണ്ട്. നായക ആദ്യം മഴ നടക്കൂല്ലോ. സിനിമയിലുണ്ടാവും മഴ അരവിന്ദ് ഉദ്ദേശിച്ചത് മഴ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ ആ സിനിമയിൽ. അതാണ് അത് ഉദ്ദേശിച്ചത്. പറയാലോ. 9 നിങ്ങൾക്ക് 4 പോയിന്റ്. ഇനി 10ാമത്തെ സിനിമ പേര് വരുന്നു. ഇപ്പോഴേ തിരിഞ്ഞു. ഓക്കെ റെഡി. ഡയലോഗ് പറയരുത്, മഴയും പറയരുത്. മഴയത്ത് നനഞ്ഞൊരുത്തും പറയാൻ പാടില്ല. അതിൽ മഴയില്ല. പറ. അല്ല അതിൽ മഴ പെയ്യുമ്പോ പറയാം. ആ മഴ പെയ്യുമ്പോ പറയാൻ പറ്റില്ല. തൽക്കാലം ഇപ്പൊ മഴ പെയ്ക്കട്ടെ. കഥ പറ. അപ്പോ ഇതിലെ നായകൻ എന്ന് പറയുന്നത് ആദ്യം ഒരു കള്ളനുടായ്പ പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളാണ്. പെട്ടെന്ന് ഒരു വലിയ വീട്ടിലെ ഒരു ആള് വന്നിട്ട് ചിത്രം. പറയാണ് ചിത്രം. അങ്ങനെ 10 ചോദ്യങ്ങൾ 5 കൃത്യമായിട്ടുള്ള ആൻസറുകൾ പറഞ്ഞ നമ്മുടെ അരശുമൂട്ടിൽ അപ്പുക്കുട്ടന്റെ ടീമിന് 5 പോയിന്റ്. കൈയടി. ഇനി മത്സരിക്കാൻ വരുന്നത് തൈപ്പറമ്പിൽ അശോകന്റെ ടീം. നിങ്ങൾ എന്താ പറയുന്നത്? ഇവർ എല്ലാ മത്സരത്തിലും ഇവർ തന്നെ പങ്കെടുക്കുന്നു. അല്ല ഇപ്പൊ ഞങ്ങള് ഒരു സെക്കൻഡ് അവിടെ വേറെ അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ സമ്മതിക്കാത്തോണ്ടാണ് അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. തൽക്കാലം ഇപ്പൊ ഈ ഒരു ഗെയിമിൽ അവർ നിക്കട്ടെ. അടുത്ത ഗെയിമിൽ ഞങ്ങൾ അല്ല വരില്ല. പക്ഷേ Wait, ക്യാപ്റ്റൻ wait, just ഒരു കാര്യം ഉണ്ട്. ഒരു സജഷൻ ഉണ്ട്. correct അല്ലേ? അവസാനത്തെ game തന്നെ ഇതുവരെ പറഞ്ഞോണ്ടിരിക്കും. ആവർത്തന വിരസത വരുന്നില്ലേ എന്നൊരു ഡൗട്ട്. അല്ല നീ വന്നപ്പോഴും ആ വിരസത ഉണ്ടായിരുന്നേ. പറയേണ്ടി വരും ആവർത്തന വ്യവസ്ഥ ഉണ്ടെന്ന്. ആ തൽക്കാലം ഈ കളി കൂടി പോട്ടെ, അടുത്ത കളി പിടിക്കാം. ശരി ശരി. ഒറ്റ കാര്യം എനിക്ക് Okay. പറയാനുള്ളത് വെച്ചാൽ എന്തൊന്നും അല്ല മാറ്റങ്ങൾ വരുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ആമ്പലെടുത്ത് കഴിഞ്ഞിട്ട് ആ കൊച്ചിരിക്കുന്ന പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങോട്ട്. ആമ്പലെങ്കിലും എടുത്തില്ല, അവിടെ ഒന്നും എടുക്കാതെ കുറെ പേര് ഇരിപ്പുണ്ട്. ഒന്നാമത്തെ സിനിമ പേര് അതെ സിനിമ പേരിലേക്ക് പോവാം. തിരിഞ്ഞോട്ടെ. അല്ല, തിരിയല്ലേ, തിരിയല്ലേ. ഞാൻ ഇവിടെ കാണിച്ചു. കണ്ടില്ലേ? നിങ്ങൾ കണ്ടാ? നിങ്ങൾ കണ്ടോ? തിരിഞ്ഞോട്ടെ, ഓക്കേ, റെഡി? ഓക്കേ. തിരിഞ്ഞോ? ഇത് തികച്ചും ഒരു നാടക കമ്പനിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അടിപൊളി. കൊച്ചു കള്ള, നിനക്ക് അറിയാവുന്നല്ലേ ഇത്? നിസ്സാര സെക്കൻഡ് കൊണ്ട് ഇതിന് ആൻസർ പറഞ്ഞു. രണ്ടാമത്തെ സിനിമ പേര്. ശരി, രണ്ടാമത്തേത് തിരിഞ്ഞോളൂ. കഥ പറയണം. തിരിഞ്ഞോളൂ. ഈ കഥ തുടങ്ങുന്നത് എന്താ പറയാ, ഒരു കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി കണ്ടിട്ട് അദ്ദേഹത്തെ ആ കൊലപാതകത്തിൽ പ്രതിയാക്കി കോടതിയിൽ എത്തിക്കുന്ന ഒരു കഥയാണ്. ഈ കഥയിൽ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വരുന്നത് ഒരു ബാംഗ്ലൂരിലുള്ള സ്ഥലം പറഞ്ഞു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സിനിമ പേരിലേക്ക് പോവാം. റെഡി? കണ്ടല്ലോ. റെഡി? ഓക്കെ, തിരിഞ്ഞോ 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 മതി. ഇത് ഒരു പോലീസുകാരനാകാൻ ആഗ്രഹിച്ച് ഒരു കൊലപാതകയായി ആ നാട്ടിലെ ഒരു കുപ്രസിദ്ധ ഗുണ്ടയാകുന്ന ഒരു നായകന്റെ കഥയാണ്. കിരീടം. അതിന്റെ ചെങ്കോൽ. ഓക്കെ, അടുത്ത അപ്പൊ അടുത്തത് ഇത് കലക്കും. തിരിഞ്ഞോളൂ. തിരിഞ്ഞോളൂ. ഇത് ഒരു അമ്പലവാസി പെൺകുട്ടിയുടെ കഥയാണ്. ഈ പെൺകുട്ടി ആ നാട്ടില് പപ്പടമൊക്കെ ഉണ്ടാക്കി വിറ്റ്. നിവേദ്യം. അടിപൊളി. ഓക്കെ, റെഡി? അടുത്തത് ഇത് നല്ല രസമായിരിക്കും. കണ്ടില്ലേ? ഇത് തിരിഞ്ഞോളാ. തിരിഞ്ഞോ.
പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അത് ആദ്യം പറയാം. എന്നാലും ഞാൻ ഊഹം വെച്ച് ഞാൻ പറയാം. ആരെ വെച്ച് നായകനാക്കി ചെയ്യുന്ന ഇത് മലയാളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മസിൽ മാൻ ആയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വളർന്നു വരുന്ന ഒരു നായകനെ വെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഥ പറ. ഇതൊരു ഭയങ്കര ഒരു ലവ് സ്റ്റോറിയാണ്. ഇത് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നായകനെ നമുക്ക് തൊപ്പി വെച്ച് നടത്തി എങ്ങനെയുണ്ടാവും? യെസ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ചോദിക്കാമല്ലോ, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇവര് നായകൻ ഞാൻ ഇതുപോലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു ന്യൂജൻ ടൈപ്പിൽ ചെയ്യുന്ന മായാനദി. അടുത്തത്. ഓക്കെ റെഡി. അടുത്തത് ഓക്കെ റെഡി. തിരിഞ്ഞോ റിച്ചാർഡ്, തിരിഞ്ഞോ. ഇത് ശരിക്കും മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കഥ. ഈ കഥയും ആ കഥയും തമ്മിൽ ഭയങ്കരമായ സാമ്യമുണ്ട്. അതായത് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛൻ കൊല്ലപ്പെട്ട് അവള് നാട് വിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള കുറെ ആളുകൾ ഇവിടെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന, അതായത് എന്താ പറയാ, ഒരു കഥയാണ്. 30 seconds കഴിഞ്ഞു. ഈ സിനിമയിലെ അവസാനം, ഈ കഴിഞ്ഞ ഭാഗത്തിലെ നായകൻ സിനിമയിലെ അവസാനം വരുന്നുണ്ട്. ആരെ വെച്ചാ ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? പറ്റില്ലല്ലോ. ഞാനിപ്പോ നിലവിൽ ഉദ്ദേശിക്കുന്നത് അതായത് സമയമില്ലേ? 3 ജോഡി നായകന്മാരാണ്. സമയം 3 ജോഡി നായകന്മാരാണ്. അതിന്റെ 2. ആര് പറഞ്ഞു? എന്തായാലും തെറ്റിപ്പോയി. കിലുക്കമല്ല, കിലുക്കം കിലുകിലുക്കം. റെഡി? റെഡി. നെക്സ്റ്റ് വൺ. കണ്ടല്ലോ അല്ലേ? ഓക്കെ തിരിഞ്ഞോ. റെഡി റിച്ചാർഡ്. ഇതൊരു അന്യ സംസ്ഥാനത്ത് ജോലി തേടി പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. നാട്ടിലെ കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് അന്യ സംസ്ഥാനത്ത് ജോലി തേടി പോകുന്ന ഒരു നായകന്റെ കഥയാണ്. പുള്ളി അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ആ പെൺകുട്ടിയുടെ ഭർത്താവായി അഭിനയിക്കേണ്ടി വരികയും അവളുടെ കമ്പനിയുടെ ഉടമയായി മാറുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. മോഹൻലാലിന്റെ പടം അല്ല, ഞാനല്ലേ പറഞ്ഞത്. 30 സെക്കൻഡ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അവിടെ ഒരു ജ്യൂസ് കട നടത്തുന്ന ഒരാളാണ്. സമയം പോകുന്നു. ആകാശത്ത് ഉദിക്കും രാത്രി. ചന്ദ്രൻ സമയം പോകുന്നു. ചന്ദ്രലേഖ. എന്താ ദൈവമേ. 7ാമത്തെ ചോദ്യം. തിരിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ അല്ലല്ല, കാണിച്ചില്ല. ഓക്കെ കണ്ടോ? കണ്ടോ? ഇത് മലയാളത്തിലെ എന്താ പറയാ, ഒരു എണ്ണം പറഞ്ഞ ക്യാമ്പസ് ലവ് സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കഥയാണ്. മലയാളത്തിൽ രണ്ട് നല്ലൊരു പേഴ്സൺ തന്നൊരു കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ കോളേജിൽ 3 സുഹൃത്തുക്കളോട് ഒരു കോളേജിൽ പഠിക്കാൻ പോവുകയും അവിടെ വെച്ചൊരു ബുക്ക് സ്റ്റോളിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുകയും ആ പെൺകുട്ടിയെ ഒളിച്ചോടി ഒരു കടപ്പുറത്ത് പോയി താമസിക്കുകയും. റിച്ചാർഡ് തിരിഞ്ഞോ? ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു ഊഹം വെച്ച് ഞാൻ ഇതിന്റെ കഥ പറയാം. ഒരു വിദേശത്തെ രാജ്യത്ത് യുദ്ധത്തിലകപ്പെട്ടു പോകുന്ന കുറച്ച് പെൺകുട്ടികളുടെ കഥയാണ്. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന പോരാട്ടങ്ങളും തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ്. ടേക്ക് ഓഫ്. അടുത്തത് എന്തായാലും ജയിച്ചല്ലടാ. ഇവിടെ നോക്കിയോ. ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ദ്വീപിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ദ്വീപിലേക്ക് ഈ സിനിമയിലെ നായകൻ ചെല്ലുന്നത് അവന്റെ ഒരു പഴയ കാമുകിയുടെ രാജിന്റെ പടം അനാർക്കലി. അപ്പൊ ഏതായാലും വാശിയേറിയ മത്സരത്തിൽ 10ൽ 8 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞ അശോകന്റെ ടീം ജയിച്ചിരിക്കുന്നു. അരശുമൂട്ടിൽ അപ്പുക്കുട്ടനും തൈപ്പറമ്പിൽ അശോകനും ടീം ഒപ്പത്തിനൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള പുതിയ മത്സരമാണ് വരാൻ പോകുന്നത്. അത് വളരെ സിമ്പിളാണ്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേയധികം കസേരകൾ ഇട്ടിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കസേര. അപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ 2 ടീമിൽ നിന്നും 3 പേര് വീതം വേണം. സുഷ്മിത, പിന്നെ ബ്ലസ്സി ആൻഡ് അഖിൽ. തൈപ്പറമ്പിൽ അശോകന്റെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? ശ്രീപത്മ, അനുശ്രീ, സംഗീത. പ്ലീസ് നിങ്ങളുടെ ടീം വരൂ. തൈപ്പറമ്പിൽ അശോകന്റെയും അരശുമൂട്ടിൽ അപ്പുക്കുട്ടിന്റെയും ടീം മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഇവർ 6 പേരുണ്ട്. ഇവിടെ 5 കസേരകളുണ്ട്. അപ്പോൾ നമുക്കറിയാലോ കസേരകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്നു, നിങ്ങൾ ഇതിന് ചുറ്റുമായിട്ട് കറങ്ങുന്നു. പാട്ട് നിൽക്കുന്ന സമയത്ത്
ആരാണോ കസേരയിലിരിക്കുന്നത് കസേര കിട്ടാത്ത ആള് ഈ മത്സരത്തിൽ നിന്ന് പുറത്തു പോകും. ആ. ഓക്കെ, okay. അപ്പൊ റെഡി? അല്ലല്ല, നിക്ക്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കസേര കളി. പക്ഷെ ഇതില് കുറച്ചുകൂടെ നമ്മളൊന്ന് ഡിഫറെന്റ് ആക്കുന്നുണ്ട്. ആക്കല്ലേ രസം. ഇത് ചുമ്മാ നഴ്സറി പിള്ളേരുടെ കളി പോലെ ആയി പോകത്തില്ലേ? അതായത് ചെറുതായിട്ടൊന്ന് കണ്ണ് മൂടി കെട്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതിലെ പുറപ്പെടുന്നത്. ചെറുതായിട്ട് എല്ലാവരും കണ്ണ് മൂടി. അപ്പോ 6 മത്സരാർത്ഥികളുടെയും കണ്ണ് മൂടിക്കെട്ടിയിട്ടുണ്ട്. ഇവിടെ 5 കസേരകളാണുള്ളത്. ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നു. എന്തായാലും ആദ്യത്തെ മത്സരത്തിൽ നിന്ന് ഒരാള് അടുത്ത നിമിഷത്തിൽ തന്നെ ഔട്ടാവും. വളരെ ശ്രദ്ധാപൂർവ്വം കളിക്കാം. അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. കസേര തുടരുത്, അകന്ന് പോട്ടെ. സ്പീഡ് പോട്ടെ. സ്പീഡാവാം. കയ്യടി, കയ്യടി. ഒരു കാര്യം, ഈ വഴി അങ്ങനെ പൊക്കോ വീട്ടിലേക്ക്. ഇനി ഇരിക്കേണ്ട കസേര വരുന്നു. ഇപ്പൊ 4 കസേരയുണ്ട്. നിങ്ങൾ 5 മത്സരാർത്ഥികളുണ്ട്. വീണ്ടും മ്യൂസിക് ആരംഭിക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ചുകൂടി സ്പീഡിൽ വേണം നടക്കാനായിട്ട്. തട്ടി വീടരുത്. റെഡി, 1 2 3 മ്യൂസിക്. മൂന്ന് ചെയറുകളുണ്ട്. നിങ്ങൾ 4 മത്സരാർത്ഥികൾ. റെഡി? ഓക്കേ. റെഡി, സെറ്റ്, ഗെറ്റ്, ഗോ. പോട്ടെ. പുഷ്പ ലെഫ്റ്റ് പുഷ്പ. കറക്റ്റ് അല്ല, നേരെ പോട്ടെ. ഇനിയുണ്ട് കസേര ബാക്കി. പുറകോട്ട് ഓടാൻ പറ്റില്ല. ഞാൻ ഒട്ടായടാ. 2 ചെയർ, 3 മത്സരാർത്ഥികൾ. റെഡി, 1 2 3 മ്യൂസിക്. അയ്യോ. കൈ കസേരയിൽ തൊടാൻ പാടില്ല. അയ്യോ, മണി നീക്കാൻ പാടില്ല. എനിക്ക് വേറെ ഇരുന്നോ. ആന കൊടുത്താലും കിളി. ഉള്ള കസേര പോയില്ലേ, ഔട്ടായി പോയിക്കോ. ഫൈനൽ മത്സരമാണ് വരാൻ പോകുന്നത്. 1 കസേര, 2 മെമ്പേഴ്സ്. റെഡി, 1 2 3 മ്യൂസിക്. പ്ലസ് കറക്റ്റ് ആണ്. ഇരുന്നോ?
Lassie back. Back. Lassie back. അപ്പൊ എന്തായാലും പാരസ്യമൂട്ടൽ അപ്പുക്കുട്ടന്റെ ടീം വിജയിച്ചിരിക്കുന്നു. Hey my dear மச்சான் நீ மனச வச்சா நம்ம ஒரு சிக்கலா நெஞ்சு ஜிகு ஜிகுதா நம்ம பீச் பக்கம் போத்தா ஒரு டப்பா குத்து வேஸ்டா நீ என் மூடைய ரவுடி ഒരിക്കൽ കൂടി ഓണം മെമ്പറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മത്സരങ്ങൾ അവസാനിക്കുന്നില്ല, മത്സരങ്ങൾ തുടരുകയാണ്. അടുത്ത മത്സരത്തിലേക്ക് കടക്കുന്നു. പഴഞ്ചൊല്ലിൽ പതിരില്ല. അപ്പോൾ ഇനി രണ്ട് ടീമിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ആള് വീതം വേണം. അപ്പുക്കുട്ടന്റെ ടീം, അശോകന്റെ ടീം. അമൃത ഇവിടെന്നോ? പഴഞ്ചൊല്ല് അറിയുന്ന നല്ലൊരു പയ്യനുണ്ട് ഞങ്ങളുടെ ടീമിൽ. വിളിക്കണോ? റിച്ചാർഡും സ്റ്റെപ്പിനും വേണ്ട. എന്നാ പിന്നെ അതിനേക്കാളും നന്നായി പഴഞ്ചൊല്ല് അറിയുന്ന വേറൊരാളുണ്ട്. ആരാണ്? ഗോതയിലേക്ക് ഇറക്കട്ടെ? ഇറക്കൂ. ലാസ്റ്റ് ഒന്ന് വരൂ. നോക്കാം. സ്നിഷ. വാങ്ങോ. രണ്ടുപേർക്കും സ്വാഗതം. അതായത് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന ഈ ഗെയിമിന്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പഴഞ്ചൊല്ലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന്. പക്ഷേ ഇത് ഭയങ്കര ഡിസോർഡർ ആയിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആക്കി വെച്ചാൽ പറയുക. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അപ്പോഴും പണി തീരുന്നില്ല. പറയുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളൊരു പ്ലക്കാർഡില് ഒരു പഴഞ്ചൊല്ല് ഡിസോർഡർ ആയിട്ട് നമ്മൾ വായിച്ച് കേൾപ്പിക്കും. അത് നിങ്ങൾക്ക് ആദ്യം അറിയാം ആർക്ക് മനസ്സിലായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചിറ്റിക ഉണ്ടാവും. ആ ചിറ്റിക എടുത്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരടി കൊടുക്കാം. തലക്കിട്ട് അടി കൊടുക്കാം. ഇനി അറിയാൻ പാടില്ലെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കത്തില്ല. നമുക്ക് മനസ്സിലായാലാണോ അവർക്ക് അടി കൊടുക്കണം? അതെ, ഇപ്പൊ പറയണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അതിന്റെ ഉത്തരം പറയണം എന്നുണ്ടെങ്കിൽ ചുറ്റി വെച്ച് ഠിം പറയാ. ഇനിയിപ്പോ രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോ ആദ്യം ആരെ ചിറ്റിക വെച്ച് അടിക്കുന്നു അയാൾക്ക് പറയാൻ അവസരമുണ്ട്. അടിക്കാതെ ഉത്തരം പറയാൻ പാടില്ല. അതായത് ഇപ്പൊ നിങ്ങൾ അടിച്ചു, പക്ഷെ നിങ്ങൾ പറയുന്ന ആൻസർ തെറ്റാണെങ്കിൽ അവർക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ടാവും. ശരിയാണേലും തെറ്റാണേലും അടി കഴിഞ്ഞിട്ട് ഉത്തരം പറയാൻ പാടുള്ളൂ. അടിച്ചിട്ട് ബോധമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോ രണ്ടുപേർക്കും സ്വാഗതം. ഗെയിമിന്റെ പ്രോപ്പർട്ടി എത്തി കഴിഞ്ഞു. വളരെ ചെറിയൊരു ചിറ്റികയാണ്. ഈ ചിറ്റി വെച്ച് അടി കൊണ്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അത്ര നൈസ്. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു ഒരു അടി. എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നല്ല അടി അടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗെയിമിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ കണ്ടോ? അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല അമൃതയ്ക്ക് ഒരു ചെറുങ്ങനെ ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു വിഷയം പറയും. അമൃത മാങ്ങാത്തുലിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു 6 വരി കവിത. അമ്മ എന്റെ കയ്യിൽ തന്നു മാങ്ങ. മാങ്ങ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട് മാങ്ങ. എനിക്ക് കഴിക്കാൻ കൊതിയായി മാങ്ങ. ഇപ്പൊ കഴിച്ചു മാങ്ങ. മാങ്ങ കഴിച്ച് തീർന്നപ്പോ കയ്യിലായി മാങ്ങാ തൊലി. നിങ്ങൾക്ക് അഭിനയത്തിൽ നല്ലത് കവിത എഴുത്താണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കാർത്തികക്കാണ്. ഇനി രണ്ടാമത്തെ പഴഞ്ചൊല്ല് വിശ്വസിക്കുന്നു. കഴിഞ്ഞു. ടൈം പോകുന്നു. സമയം പോകുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും. അപ്പൊ അടുത്തയിലേക്ക് പോവാണ്. എന്തൊരു ആവേശം ചിറ്റിയെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അങ്ങനെ അമൃതയ്ക്ക് ആദ്യത്തെ പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2-1. അപ്പൊ അടുത്തയിലേക്ക് പോവാം. പറഞ്ഞോ. ആദ്യം പറ, പിന്നെ വായിക്കാം. ആദ്യം ഒരു സെക്കൻഡ്, പിന്നെ എന്തിനാ അടിച്ചത്? കാക്കയുടെ കടിയും മാറും, പശുവിന്റെ വിശപ്പും മാറും.
ആ ആ സമയം പോയി. ഇതാ, അറിയാമോ? ആദ്യം ചാടിക്കറി അറിയാമോ? അടിക്കുക പിന്നെ വായിച്ചു. അറിയാമോ? നോക്കട്ടെ. അപ്പൊ ഇല്ല ഇല്ല, ഓക്കെ, അടുത്തത് മെല്ലെ അടിക്കണം കേട്ടോ, എനിക്ക് വേദന എടുക്കുന്നു. ഞാൻ അല്ലെങ്കിൽ വായിച്ചേപ്പിക്കാം. റെഡി? തിരിച്ച് 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 തിരിച്ച്. ഞാൻ കാണാൻ പറ്റുമോ? ആ അവിടെ അടി കഴിഞ്ഞു. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണ വാഴ പൊളിക്കരുത്. അടുത്ത 3 പോയിന്റ് 1 പോയിന്റ്. നെക്സ്റ്റ് വൺ എനിക്ക് കാണുന്നില്ല. കാണാമോ? ചാണകം മണക്കും ചാരിയാൽ ചന്ദനം ചാരിയാൽ മണക്കും ചന്ദനം. ആ പറഞ്ഞു. ചന്ദനം ചാരിയാൽ മണക്കും ചാണകം. ആ പറഞ്ഞ ആൻസർ പറഞ്ഞ് അറിയാമോ? I don't know. അപ്പോ ഇനി നമ്മൾ അമൃത ഫൗൾ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ഒരു ഒരു കവിത punishment. ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കോ? ജിഗി 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 ജിങ്ക ജിങ്ക ജിഗി 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 ജിങ്ക ജിഗി 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 ജിങ്ക ജിങ്ക ജിഗി 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 ജിങ്ക ഓണത്താറാടി വരുന്നെടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ ജിങ്ക ജിഗ ജിഗ ജിങ്ക ജിങ്ക ജിഗ 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 ജിങ്ക ജിഗ 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 ജിങ്ക ജിങ്ക ജിഗി 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 ജിങ്ക. അടിപൊളി. അപ്പോ മത്സരം തുടരുകയാണ്. ഓക്കേ, അടുത്ത അപ്പൊ പഴഞ്ചൊല്ല്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇപ്പൊ രണ്ടുപേരും കൂടെ കുടത്തിൽ പോയാൽ കുന്തം തപ്പണം. കുളത്തിൽ പോയ കുന്തൊന്നു. ഏ? ആ, പോയി, പോയി. പറഞ്ഞു തെറ്റി ഓൾറെഡി പറഞ്ഞു തെറ്റിപ്പോയി. നിങ്ങൾ പറ. പറഞ്ഞോ? അറിയില്ല. അപ്പോ കുളത്തിൽ പോയ Correct ആയിട്ട് നോക്കിയോ? അങ്ങനെയല്ല, കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാണ്. അപ്പൊ ഞാൻ വേറൊരു പണിഷ്മെന്റ്. നമ്മൾ പറയുന്ന ഒരു പാട്ട് നമ്മൾ പറയുന്ന ഭാവത്തിൽ പാടണം. ഉണ്ണി വാവാവൂ എന്നുള്ള പാട്ട് കുറച്ച് സെക്സി ആയിട്ട് പാടിയാൽ മതി. അതായിരിക്കും കുറച്ച് അല്ലേ? ആ അത് പോരട്ടെ. താരാട്ട് പാട്ടം. ആ അത് പാടാൻ പറ്റും. നോക്ക ശ്രമിച്ചു നോക്കാലോ. സെക്സി ആയിട്ടൊരു ഉണ്ണിയാണെന്ന് വിചാരിച്ച അയ്യയ്യോ. പാടണ്ട. ഓക്കെ, എന്നാ പോട്ടെ. അത് വിട്ട് നിങ്ങൾക്ക് ശരി. അവസരം തന്നിരിക്കുന്നു. അടുത്ത മത്സരം വരട്ടെ. ഓക്കെ, റെഡി? നെക്സ്റ്റ് വൺ. ഒന്ന് വായിച്ചു കൊടുക്കാമോ? മറക്കില്ല മരം മറക്കില്ല മരം പൂത്താലും കയറ്റം അണ്ണാൻ. ആ ആ പറഞ്ഞേ. അണ്ണാൻ കയറ്റം മറക്കില്ല. തെറ്റി തെറ്റി തെറ്റിപ്പോയി, തെറ്റി. തെറ്റിപ്പോയി. അറിയാമോ? ഓക്കേ, അറിയാമോ? അറിയാമോ? ഞാൻ ഇവിടെ ഇരുന്ന് മൊത്തം പണിഷ്മെന്റ് വാങ്ങിച്ചാലോ? മൂത്താലും അണ്ണാ മരകേറ്റം മറക്കും. പൂത്താലും മരങ്കേറ്റം മരങ്ങേറ്റം മറക്കില്ല. ഓക്കെ, പണിഷ്മെന്റ് വേണ്ട. റെഡി? നെക്സ്റ്റ് വൺ ഈസ് ആ പറഞ്ഞോ. ഊരിലെ അല്ല, പോയി. തെറ്റി തെറ്റി പറഞ്ഞോ. ഒന്ന് വായിച്ചു തരാം ഞാന്. ഊരിലെ കണ്ടാൽ Time, ഉണ്ണിയെ time. പഞ്ഞം Time എടുത്തു. അറിയില്ലേ? ഉണ്ണെ കണ്ടാൽ അറിയില്ല ഊരിലെ പഞ്ഞം. 2, 3 2 പോയിന്റ്. ഇവിടെ 3 പോയിന്റ്. ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ. ഇനി നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് പോവാണ്. മത്സരത്തിന്റെ പേര് ചോരക്കളം. അതിൽ പങ്കെടുക്കാൻ 2 ടീമിൽ നിന്നും ഓരോ ആള് വീതമാണ് വേണ്ടത്. ആരാണ് വാൾപ്പേറ്റൊക്കെ ചെയ്ത് ശീലമുള്ളത്? വിവേക്. വിവേകാണെങ്കിൽ നല്ല ആരോഗ്യ ദൃഢകാർത്തനാണ്. വാളാണെങ്കിൽ ഞങ്ങൾ സ്റ്റെബിനെ ഇറക്കും. വിവേകും സ്റ്റെബിനുമാണ് മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു നല്ല കൈ വരട്ടെ. വിവേകും സ്റ്റെബിനും ചേർന്നുള്ള വാൾപ്പേറ്റ് മത്സരം കാണാം. ചോരക്കളം. വാ. ചോരക്കളത്തിന്റെ പ്രോപ്പർട്ടി എല്ലാം എത്തിക്കഴിഞ്ഞു. മത്സരത്തിന് റെഡിയായിട്ട് നമ്മുടെ വിവേകും സ്റ്റെബിനും റെഡിയാണ്. അവർക്ക് ഒരു ഫേസ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട്, ഒരു പടച്ചട്ട കൊടുത്തിട്ടുണ്ട്, കയ്യിൽ ഒരു വാള് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ മത്സരം എന്ന് പറയാം. ഇത് വെറും വാളല്ല. ഈ വാളിന്റെ ഏറ്റവും അറ്റത്ത് ഒരു മാർക്കർ പെൻ ഞങ്ങൾ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട്. 2 വാളിലുമുണ്ട്. അപ്പൊ നിങ്ങൾ 2 പേരും ഓപ്പോസിറ്റ് നിൽക്കുന്നു.
അതിനുശേഷം നിങ്ങൾ വാൾപേറ്റ് നടത്തിയല്ല ചെയ്യേണ്ടത്. ഈ മാർക്കർ പെൻ വെച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പടച്ചിട്ടയിൽ വരയിടുക. ഏറ്റവും കൂടുതൽ വരയിടുന്നത് ആരാണോ അയാൾ ഈ മത്സരത്തിൽ ജയിക്കും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് മാർക്ക്. ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല, വിവേകം ഫ്രണ്ടിലേക്ക് വരാൻ പാടില്ല, പുറകിലേക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരകൾ മാർക്കർ പെൻ വെച്ചിട്ട് ഈ പടച്ചിട്ടയിൽ ഇട്ടിരിക്കുന്നത് ആരാണോ അയാൾ ഈ മത്സരത്തിൽ ജയിക്കും. 2 മിനിറ്റ് സമയമേ ഉള്ളൂ ഇതിന് കേട്ടോ ഈ വരയ്ക്കാൻ. അപ്പൊ മത്സരം ആരംഭിക്കുന്നു. ചോരക്കളം റെഡി 1 2 3 സ്റ്റാർട്ട്. ഫ്രണ്ടിൽ വരാൻ പാടില്ല. യഥാർത്ഥ പൈറ്റുകാരനാണോ ചേട്ടാ? ഞങ്ങളുടെ മേത്ത് മുഴുവൻ ഓക്കേ. ഞാൻ ബാക്കിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കണ്ട. നിങ്ങളുടെ ടീമിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൂ പ്ലീസ്. ചോരക്കളി എന്ന് പറഞ്ഞാൽ ഇതാണ് ചോരക്കളി. ആ കളി നടക്കട്ടെ. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വരകളിട്ടത് നമ്മുടെ സ്റ്റെമിനാണ്. തൈപ്പറമ്പിൽ അഷ്ടമിന് ടീം ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. ഇതിപ്പോ ചോരപ്പുഴ ഇതിപ്പോ ആരുടെ മേത്താണ് ചോരപ്പുഴ? ഇതിപ്പോ ആരുടെ മേത്താ ചോരപ്പുഴ? ഇതൊരിക്കലും പോവുകയുമില്ല. ഓണം ബമ്പറിലെ തട്ടുപൊളിപ്പൻ മത്സരമാണ് ഇനി വരാൻ പോകുന്നത്. 2 ടീം ക്യാപ്റ്റന്മാരും റെഡിയായിട്ട്. നിങ്ങൾ എന്ത് പറയുന്നു ഈ മത്സരത്തിനെ കുറിച്ച്? എനിക്ക് വയ്യ അവിടെ ആലോചന. തല്ലി തീർക്കാൻ എന്തായാലും ഇവിടെ വരെ ഇനി അടിച്ചു തീർത്തിട്ടേ ഉള്ളൂ. ഒരു ഓണത്തല്ലിന്റെ കുറവുണ്ടായിരുന്നു, അത് ഇതോടുകൂടി തീരുമാനമായി. വാശിയേറിയ പില്ലോ ഫൈറ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 2 ടീമിലെ മെമ്പേഴ്സും നമ്മുടെ ക്യാപ്റ്റന്മാരും ഉണ്ട്. ആര് ജയിക്കും? റിച്ചാർഡേ, നമ്മൾ ജയിക്കൂലേ? അതിപ്പോ ഞങ്ങളെ ജയിക്കുള്ളൂ, ഉറപ്പല്ലേ? തടിമാടന്മാരല്ലേ ഞങ്ങളുടെ ടീമാണ്. ഒരു കാര്യമില്ല, ഞങ്ങളെ പറയൂ. അതെ, ഞങ്ങളെ ജയിക്കുള്ളൂ. നമ്മള് പുലികളല്ലേ ഇവിടെ ഉള്ളത്, അവരെന്തായാലും ഉഷാറായിട്ട് ജയിക്കുള്ളൂ. ഈ ഗെയിമിൽ ഞങ്ങൾ തോക്കുവാണെങ്കിൽ ബാക്കി ഞാൻ തോറ്റു കഴിഞ്ഞിട്ട് പറയും. ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത്. ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ഇറക്കുന്ന ചുണക്കൂട്ടൻ ആരാണെന്നറിയോ? മത്സരിക്കാൻ എതിർ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? ഞങ്ങളുടെ ചുണക്കൂട്ടൻ അഖിൽ. അപ്പൊ അഖിലും സ്റ്റെബിനും ചേർന്നുള്ള മത്സരം ആരംഭിക്കാൻ പോവാണ്. കൈവരട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. കൈവരട്ടെ.
ദിവസങ്ങൾ നീണ്ടുനിന്ന ഓണം ബമ്പറിന്റെ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വാശിയേറിയ മനോഹരമായിട്ടുള്ള തീപ്പൊരി പാറിയ മത്സരങ്ങളാണ് ഇത്രയും സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ വാശി എന്ന് പറഞ്ഞാൽ പോരാ, 2 ടീം ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിലുള്ള വാശിയേറിയ മത്സരം. തൈപ്പറമ്പിൽ അശോകൻ, അതേപോലെ തന്നെ അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ. മൊത്തം നമ്മൾ 9 മത്സരങ്ങൾ ഇവിടെ കണ്ടു. 3 ദിവസങ്ങളായിട്ട് 9 മത്സരങ്ങൾ കണ്ടു. അതില് വിജയിച്ചത് ഒരു ടീം 5 ഗെയിമിലും ഒരു ടീം 4 ഗെയിമിലുമാണ് ജയിച്ചത്. അങ്ങനെ ഏറ്റവും കൂടുതൽ മത്സരിച്ച് ജയിച്ചത് തൈപ്പറമ്പിൽ അശോകൻ. അപ്പൊ അങ്ങനെ 4 ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് അരിശുമൂട്ടിൽ അപ്പുകുട്ടൻ ടീം. 2 ടീമായിട്ട് തിരിഞ്ഞ മത്സരങ്ങളാണെങ്കിലും ഇതൊരു ഫണ്ണി ആയിട്ടുള്ള മത്സരങ്ങൾ, ഒരു സൗഹൃദത്തിന്റെ മത്സരങ്ങളാണ്. അപ്പോൾ ഒരു ടീം ജയിച്ചു, ഒരു ടീം തോറ്റു, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു ടീമാണ്, സി കേരളത്തിന്റെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കണം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും തിരുവോണത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.